ഹായ് ഗായ്സ്, ഹായ്, ഗുഡ് മോർണിംഗ്. ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് അഗത്തിയിലെ സെക്കൻഡ് പോർട്ടായ അതിൻ്റെ പേരെന്ത് വരുമ്പോൾ കണ്ടേ വെസ്റ്റേൺ ജെട്ടിയിലുള്ളത്. ആക്ച്വലി നമ്മൾ അഗത്തിൻ്റെ മെയിൻ ജെട്ടിയിൽ നിന്ന് ഇവിടുത്തെ ഫോറിനേഴ്സ് മൊത്തം അവിടെ ഷിപ്പ് ഇറങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും വണ്ടി എടുത്തിട്ട് വണ്ടി എടുക്കല്ല, അവിടെ ഒരു ട്രാവൽസ് ഉണ്ടാവും, ഓരോ കൂടെ ഇവിടേക്ക് വരും, ഈ ജെട്ടിയിലെത്തും. ഈ ജെട്ടിയിലാണ് മെയിൻ ജെട്ടി. അവിടെ ആകുമ്പോൾ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്നാലും ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന വയ്ക്കാൻ എന്തൊക്കെ കണ്ടേ? വരുന്ന വയ്ക്കുന്ന നമ്മൾ എന്തൊക്കെയോ വ്യത്യസ്തമാർന്ന വരുന്ന വയ്ക്ക് നമ്മൾ കുറേ പോലത്തെ ഫുഡ്, ഇവിടുത്തെ കൾച്ചറിന് പരമായ ഓരോ ആർട്ടുകൾ, ഇവിടുത്തെ ഒരു ഉണ്ടാക്കി വെക്കുന്ന ഓരോ സാധനങ്ങൾ മെയിനായിട്ട് സെയിൽ ചെയ്യാനാണ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മളെ സുഹൃത്തായ സഹീൻ്റെ ഒരു ചെറിയൊരു കലാവിരുന്ന്, അതിനെന്തോ ഒരു പേരുണ്ട്, ഓരോരോ ആചാരമാണ്. അങ്ങനെ കാലിങ്ങനെ ആടി ഞാൻ വീടിൻ്റെ വേറെ കമ്മിക്കാരെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രിങ്ക്സ് കുടിച്ച്, ഡ്രിങ്ക്സ് പറഞ്ഞാൽ ഇവിടെ വല്ല ഗ്രേപ്പ് ജ്യൂസ് ആട്ടോ, വേറെ ഒന്നുമില്ല. ഇവിടെ അങ്ങനത്തെ ഡ്രൈ ലാൻഡാണ്, ഒന്നും ചിന്തിക്കരുത്. അപ്പോൾ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഓരോരോ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ടേസ്റ്റ് കഴിച്ച് ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ബാഗിലിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് അപ്പോൾ ഇവിടെ ആ സാധനത്തിൻ്റെ പേര് എന്തിനി മീനിനെ കാണുന്ന സ്നോർക്ലിങ് നമ്മൾ ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് മറ്റേ വായലൂടെ അങ്ങനെ ഷോട്ടൊക്കെ എടുത്തിട്ട് അല്ലാണ്ട് അടിക്ക് പോലും, പക്ഷേ കണ്ണാടി അടിക്ക് നോക്കിയാൽ പല പല ഫിഷുകൾ വ്യത്യസ്തമാർന്ന നമ്മളെ നാടുകളിൽ കാണാത്ത അക്വേറിയങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഫിഷുകൾ നമുക്ക് തൊട്ട് നമ്മുടെ മുന്നിൽ കൂടെ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് എക്സൈറ്റ്മെൻറ്റ് കാണാൻ സാധിക്കും. അതാണ് സ്നോർക്ലിങ്. പിന്നെ ആ സ്നോർക്ലിങ് ഇല്ലാതെ പിന്നെ വേറെ ഉണ്ട്, ബനാന ജമ്പിങ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഇട്ടത് ബനാന ജമ്പിങ് എന്ന് വെച്ചാൽ ബനാനനെ പോലത്തെ ഒരു കാറ്റൊക്കെ നിറച്ചൊരു തോണിയുണ്ട്. ആ ബോട്ട് എല്ലാവരും മേലെ ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ മുന്നിൽ ബോട്ട് കൊണ്ടുപോകും. നമ്മൾ ആ ബനാനനെ കൊണ്ടുപോയിട്ട് നേരെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാവരും തായ്ക്ക് പോകും. ഇവിടെ കിടന്നതിന് ശേഷം ജായ്പൂരിൻ്റെ ഭാഷ മൊത്തം മാറി. മലപ്പുറം ഉള്ളപ്പോൾ ലക്ഷദ്വീപ് ഭാഷ ആയി. അവിടെ നമുക്ക് ഫോണോ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തണലത്തിരിക്കുകയാണ്. ഇവിടെ നമ്മളെ പോലത്തെ ഗസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. കണ്ട സാധനം എല്ലാവരും ഓരോ രീതിയിൽ തിരക്കാണ്. നമ്മളൊരു ഗസ്റ്റായി കാണുന്നില്ല, നമ്മൾ അവിടുത്തെ നാട്ടുകാരെ പോലെ കാണുന്നത്. അത്രയും അടുത്താണ് സംസാരിക്കുന്നത്. മലയാളികളായതുകൊണ്ട് എന്താ അറിയില്ല, എല്ലാവരും എവിടെ പോയാലും അവിടുത്തെ കൾച്ചറുകളുമായി പെട്ടെന്നാണ് ചേരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഷിപ്പിൽ വന്ന ആൾക്കാരും നമ്മൾ തമ്മിലൊരു വ്യത്യാസം ഉണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? എന്ത് ഷിപ്പിൽ വന്ന ആൾക്കാരും നമ്മളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്നോ ഷിപ്പിലെന്ന് നമ്മളിവിടുത്തെ കൾച്ചർ മൊത്തം അറിഞ്ഞു, ഇവർക്കത് അറിയാൻ പറ്റിയിട്ടില്ല. അതാണ് ഇത് മാത്രമേ അതാണ് ഞാൻ നല്ലൊരു പോയിന്റാണ്. മിനിമം ഒരു 7 days എങ്കിലും വേണം. എല്ലാം പകർന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7 days മിനിമം വേണം. അത് ഇവരും നിൽക്കുമായിക്കാരും 7 days ഒക്കെ. പക്ഷേ നമുക്ക് കിട്ടിയ അനുഭവം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നമ്മൾ നടന്നിട്ടാണ്. ഇവര് വണ്ടിക്ക് പോവുക, കാശ് കൊടുക്കുക, കാശ് എറിയുക. അത് നല്ല കാശും കൊടുക്കുന്നത് അവർ ലക്ഷറി ലൈഫ്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽസിനായിട്ട് അത്രയ്ക്ക് ചേർന്നുകൊണ്ട് അവരുടെ കൂടെ ഒരാളായിക്കൊണ്ട് അവരിൽ ഒരുവനായി. അതെ, അവരിൽ ഒരാളായിട്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് നല്ലൊരു പോയിന്റ്. നല്ല വെയിലടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമെന്ന് അറിയില്ല, പക്ഷെ നല്ല വെയിലടിക്കണം. അതിനോടാണ് ക്ലാസ് വരുന്നത്, അഹങ്കാരമൊന്നുമില്ല. ക്ലാസ്സില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിന് വന്നത്, നമ്മൾ അതിൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല. നമുക്ക് എന്ത് വേണം അവിടെ ചെയ്യാം. നമുക്ക് എവിടെ പോകാം, പാക്കേജ് അല്ല, നമ്മളെ സ്പോൺസർ ഒരാൾ ഇവിടെ പെർമിറ്റ് ഉണ്ടായാലും ഇവിടെ വരാൻ പറ്റുള്ളൂ. നമുക്ക് എങ്ങോട്ട് വേണം പോകാം, നമുക്ക് എന്ത് ഫുഡ് കഴിക്കാം, ഇപ്പോൾ നമുക്ക് വീടുണ്ട്, നമുക്ക് സ്വന്തം പോലെ ചെയ്യുക. അതിനോട് കിട്ടിയ വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മളാരും നിയന്ത്രിക്കാനില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ സുബീസ് കഴിക്കാൻ പള്ളിയിൽ പോയി വരുമ്പോൾ ഓരോരുത്തർ സംസാരിക്കും. ഓലാണെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കും, തിരിച്ച് സംസാരിക്കും. എന്നിട്ട് ഓരോ ദിവസവും ഓരോരുത്തർ ആദ്യത്തെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം മാത്രമേ നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്ന് രാവിലെയും ഒന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ഫ്രണ്ട് ഇവൻ്റെ ഒരു സുഹൃത്തുണ്ട്, മാജിദ് ഭായിയുടെ വീട്ടിലാണ്. അന്ന് ഉച്ചക്ക് എൻ്റെ സുഹൃത്തുന്ന് മാത്രം പറയല്ലോ, നമ്മളും സുഹൃത്താണ്. നമ്മളിൽ ഒരുവനായി, നേരത്തെ പറഞ്ഞ വാക്കാണ്, നമ്മളിൽ ഒരുവനായി. അപ്പോൾ അങ്ങനത്തെ ഓരോ കൂടെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇന്ന് ഉച്ചക്ക് വഹാബ്ഖാൻ്റെ നീരാളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ കാലത്ത് ആഗ്രഹമാണ് നീരാളി ബിരിയാണി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിക്കണം. അത് കൂടാതെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അങ്ങനെ നീരാളി ബിരിയാണി കഴിച്ചിട്ട് കുറച്ചൊരു ഒക്ടോപ്പസ് ബിരിയാണി നമ്മൾ CBSE വാണാണ്. അപ്പോൾ വേണ്ടായിരുന്നു, പൊന്നാണ്.
അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് കുറച്ച് വീഡിയോകൾ കയറാറുണ്ട്. അതാണ് ബനാന റൈഡ് 100x 100x സൂമിംഗ് ഉള്ളതല്ല ഞാൻ അത് ഫസ്റ്റ് വീഡിയോ എടുത്താൽ അതിൻ്റെ വീഡിയോ ബാക്ക് ബാക്കാൻ പറ്റില്ല. അതിനുള്ള ഓപ്ഷൻ ഇത് ഫോട്ടോ എടുക്കാനുള്ളതാ കണ്ടാ. ആ ഓക്കെ, നമ്മളെ ഫാസിൽ ബനാനൻ്റെ ഓൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കേണ്ടത് ഞങ്ങൾക്ക് എൻ്റെ ഫോണിൽ കൂടെ കാണിച്ചു ഒറ്റ മിനിറ്റടാ. എവിടെ ഓരോ പുറം കാണിക്കല്ലേ? അതാണ് ബനാറയുടെ നമ്മൾ പേരിട്ട് അതിനെന്തോ ശരിക്കും എന്തോ ഒരു ഒറിജിനൽ നെയിം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു വൈകുന്നേരം മാജിദ് നമ്മൾ അത്ര അടുത്തൊരു സുഹൃത്താണ്, നമ്മളിൽ ഒരുവനായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൻ്റെ വീട്ടിൽ നിന്നാണ് അടുത്ത വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്മളെ അവിടെ സൗണ്ട് ഒക്കെ ഉണ്ടാവും, ഒരു കിളികിലി ഇങ്ങനെ വളയേരിയടി കവിയങ്കാരി. അപ്പോൾ അത് അവിടെ ഒരു നമ്മളൊരു സുഹൃത്തുണ്ട്, അവിടെ നമ്മളെ സഹി എല്ലാവരും സുഹൃത്തുക്കളാണ്. വേറെ ഇവിടെ വന്ന എല്ലാവരും സുഹൃത്തുക്കളായി. എന്താ ചെയ്യുക, നമ്മൾ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. നമ്മളാണ് ഒരാളെ കൈമായിട്ട് വെറുതെ വിടില്ല. നിങ്ങൾക്ക് അറിയാം, നമ്മളെ എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പിന്നിട്ട് വിടുള്ളൂ. ഇനി ഒരു ഉദാഹരണത്തിന് വേണ്ടി കഴിച്ചോളി മക്കളാകുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വേണ്ട കഴിച്ച് അതാ പറയാം. ഇവിടുത്തെ ആണെങ്കിൽ ചൂടുള്ളത് മതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കയറി ഇരിക്കും അവിടെ. അപ്പോൾ ഒരു മറ്റേ സിനിമയിൽ ജോസിന് നേരത്തെ ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സിനിമ ഉണ്ടല്ലോ, അതേമാതിരി നമ്മൾ വെട്ടി വെച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയില്ല കേട്ടോ. നമ്മൾ വെറുതെ തമാശക്ക് പറയണാണെങ്കിലും ഓല് വീണ്ടും നമ്മളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരാണ് അവർ. എല്ലാം കൊണ്ടും ആതിഥ്യ മര്യാദ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ല നമ്മൾ പറഞ്ഞോടുകൂടി അതൊന്നും അറിയാൻ കഴിയൂല. വാക്കുകളിൽ മാത്രം ഒതുക്കാൻ പറ്റുന്നതല്ല ലക്ഷദ്വീപ് എന്ന അനുഭവം. വലിയ ഫിലോസഫീൻ്റെ ആളാണ്. ഞാൻ മനസ്സിലാക്കിയ മെയിൻ ക്ലാസ് പൊട്ടിയോ? ക്ലാസ് പൊട്ടി കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നുമില്ല. കൂടുതൽ വലിയ വലിയ ഭക്ഷണം കഴിക്കുക അങ്ങനൊന്നുമില്ല. ഉള്ളത് സമാധാനത്തിന് ഇഷ്ടത്തോടു കൂടി ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സമാധാനം. നമ്മളെ നാട്ടിലത്തെ മാതിരി നമ്മളിപ്പോൾ നാട്ടിലത്തെ നമ്മൾ പൈസക്കാരൊക്കെ വിചാരിക്കണം എന്താ, കുറച്ച് ലക്ഷറി ആൾക്കാർ ഫാമിലിൻ്റെ കൂടെ നിൽക്കുക, ഫാമിലിൻ്റെ കൂടെ സമയം ചിലവഴിക്കുക. അതാണ് ഒരു 80% ആൾക്കാർ അങ്ങനെ ചിന്തിക്കുക, ഫാമിലിൻ്റെ കൂടെ ചിലവഴിക്കുക അങ്ങനെയൊക്കെ. പക്ഷേ ഓർക്ക് പിന്നാലെ ഓർക്ക് സമയമില്ല, ഇനി കണ്ടെത്ത സമയമില്ല. പാവപ്പെട്ടവരാണെങ്കിൽ പേഴ്സൻ്റെ വയറ്റിലോടും. പക്ഷേ ഈ സീനുണ്ട്, പോലീസുകാർ കണ്ടാൽ അവരെല്ലാം പൈപ്പിക്കുന്നുണ്ട്. പോലീസുകാർ കാണാതെ നമ്മൾക്ക് ഇപ്പോൾ പുറത്ത് ചാടുന്നു. ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ആർമീസ് നമുക്ക് പേടിയില്ല. അപ്പോൾ ക്ലാസ് നമ്മൾ ഷിപ്പിൽ വന്ന ആൾക്കാർ നല്ല സ്കൂട്ട്. ഓക്കെ ഗൈസ്, ആക്ച്വലി ഷിപ്പിൽ നിന്നിട്ട് മാത്രമുള്ള ഒരു സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ अभी मेरा बात में हिंदी में बात करो. हाँ कोई बात नहीं अभी थोड़ा मुश्किल है, थोड़ा बात में आओ. ठीक है, അങ്ങോട്ട് നടക്കാം. ബാഹർ में मत करा. അങ്ങോട്ട് അപ്പോൾ കാര്യങ്ങൾ വെച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈവനിങ് ഷൂട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ബൈ പറയും. ബൈ ഫാമിലി. ബൈ